blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നലെ കേട്ട സന്ദേശം ഇന്നും തുടരാൻ പോവുകയാണ്. സിൽവർ ലൈനിങ് ഇൻ ദ ക്ലൗഡ് എന്ന് വെച്ചാൽ ഏത് കാർമേഘത്തിനുള്ളിലും ഒരു വെള്ളിരേഖ ഉണ്ടായിരിക്കും. ആ സന്ദേശത്തിലേക്ക് ഇറ്റ് വാസ് റിയലി എ പവർഫുൾ മെസ്സേജ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് പറയല്ല, ദ അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വാസ് സോ ഹെവി ഓൺ മൈ ലൈഫ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 3 പേരാണുള്ളത്. ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഡൽഹിയിൽ നിന്നും വെൽവിഷറായ ഒരു സഹോദരി തൻ്റെ മകന് മെൻ്റൽ സ്ട്രെസ്സിൽ നിന്നും പരിപൂർണമായ വിടുതൽ ലഭിക്കാനും ഒരു ജോലി ലഭിക്കാനും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ആ സ്ട്രെസ് മാറിപ്പോകട്ടെ. നല്ല ഒരു ജോലിയിൽ കർത്താവ് തന്നെ ഇരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാംഗ്ലൂരിൽ നിന്നും സുശീല കിഡ്നി പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുന്ന ഡയാലിസിസ് കൂടാതെ സൗഖ്യം ലഭിക്കുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കിഡ്നികൾ വീണ്ടും ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് ലീല കെ മകൻ വിനുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. തൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ അഭിവൃദ്ധിക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിനുവിൻ്റെ ബിസിനസ്സിനെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് വളരട്ടെ. വലിയൊരു പ്രോസ്പെറിറ്റി അതിൻ്റെ മേൽ കർത്താവ് കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കായംകുളം ഏപ്രിൽ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 വരെ. റോട്ടറി ക്ലബ് ഓപ്പോസിറ്റ് ബോട്ട് ജെട്ടി, കായംകുളം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോതമംഗലം ഏപ്രിൽ 29 ശനി. സമയം രാവിലെ 10 മുതൽ 1 വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ റോഡ്, കോതമംഗലം. ഇന്നത്തെ മീറ്റിംഗ് എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. ബ്രദർ ഡാമിയന്റെ നല്ലൊരു മെസ്സേജാണിന്ന് എല്ലാവർക്കും കൊടുത്തത്. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. If you are behind the bars, if you are behind the locked doors, Jesus is coming into your life because this is a Sunday. നിങ്ങൾ അഴികൾക്കകത്താണെങ്കിൽ, പൂട്ടിയിട്ടിരിക്കുന്ന കഥകൾക്കകത്താണെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി വരുന്നു. കാരണം ഇതൊരു ഞായറാഴ്ചയാണ്. കേട്ട് അനുഗ്രഹം പ്രാപിക്കുക. There is an imaginary conversation that happened between Joseph of Arimathea and Pontius Pilate. ഇവിടെ ഒരു സങ്കല്പം പറയുകയാണ്. അരിമത്യക്കാരനായ യോസേഫും പീലാത്തോസും തമ്മിൽ നടന്ന ഒരു സംഭാഷണം. Pilate is asking Joseph. പീലാത്തോസ് ഈ യോസഫിനോട് ചോദിക്കുക, Hey Mr. Joseph of Arimathea, അരിമത്യക്കാരനായ യോസേഫേ, you are a very rich man, you are a billionaire. നീ ഒരു ധനാഢ്യനാണ്, നിങ്ങൾ ബില്യനെയർ ആണ്. Recently I heard that you purchased a brand new sepulchre tomb. നിങ്ങൾ കഴിഞ്ഞിടക്ക് വളരെ പുതിയ ഒരു നല്ല ഒരു കല്ലറ വാങ്ങിച്ചു ഞാൻ അറിഞ്ഞു. And that is a brand new one, a very good one. അത് വളരെ വളരെ നല്ലതാണല്ലോ, പുതുക്കമുള്ളതാണല്ലോ. I know that it has been purchased for you and your family. അത് നിനക്കും നിന്റെ കുടുംബക്കാർക്കും വേണ്ടി നീ വാങ്ങിച്ചതാണെന്ന് അറിയാം. What nonsense are you doing by giving it for Jesus to be buried there? എന്നാൽ യേശുവിനെ അവിടെ അടക്കം ചെയ്യുവാനായി വിട്ടുകൊടുക്കുന്നതിലൂടെ നീ എന്തൊരു മണ്ടത്തരമാണ് ചെയ്യുന്നത്. So what will you do for you and your family? അങ്ങനെ നീയും നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്ത് ചെയ്യും? Joseph replied. യോസേഫ് പറഞ്ഞു, Pilate, പീലാത്തോസേ, it's only for a weekend. ഇത് ഒരു It's only for 3 days. ഇത് 3 ദിവസത്തേക്ക് മാത്രം ഞാൻ കൊടുത്തതാണ്. After that I will get it back. 3 ദിവസം കഴിഞ്ഞ് എനിക്ക് തിരികെ കിട്ടും. On the 3rd day,
മൂന്നാം ദിവസം his dead body was not there in the tomb. He rose up from the dead as the first fruit from the dead. He came out again. The tomb was empty to be used by Joseph. അവിടെ മൂന്നാം ദിവസം അവൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ കല്ലറ ശൂന്യമാക്കിക്കൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും ആ കല്ലറ യോസേഫിന് ഉപയോഗിക്കാൻ കിട്ടി. Hallelujah. ഹല്ലേലൂയ. Now I'm going to give you a nuclear bomb. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് തരാൻ പോവുകയാണ്. Chapter 20. 20-ാം അധ്യായം Verse number 19. 19-ാമത്തെ വചനം. On the evening of that first day of the week, when the disciples were together with the doors locked for fear of the Jewish leaders, Jesus came and stood among them and said, "Peace be on you." ആഴ്ചയുടെ ഒന്നാം ദിവസമായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദരെ പേടിച്ച് കതകടച്ച് അകത്ത് ഒരുമിച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. I found a nuclear bomb. No, it's a hydrogen bomb. അത് ന്യൂക്ലിയർ ബോംബല്ല, ഹൈഡ്രജൻ ബോംബാണ്. What is happening here? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? All the disciples were inside a room and the door was locked. ഇതാ എല്ലാ ശിഷ്യന്മാരും ഒരു മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്, കഥ കടച്ചിരിക്കുന്നു. താഴിട്ട് പൂട്ടിയേക്കുക മോനെ, കഥ കടച്ചേക്കുമല്ല. എന്ത് ചെയ്തേക്കുക? The door was locked because of the fear of the Jewish leaders. യഹൂദന്മാരുടെ ആ നേതാക്കന്മാരെ പേടിച്ചുകൊണ്ട് ആ കഥ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. 11 എണ്ണങ്ങൾ അബ്സ്കോണ്ടിങ്, ഒളിവില. 11 പേർ ഒളിവിൽ, നമ്മുടെ ഭാഷയെ പറയാം പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. Because if the Jewish leaders could found them, they thought that they would crucify them also. അവർ ചിന്തിച്ചു, ഈ 11 പേരും ചിന്തിച്ചത്, യഹൂദ മത നേതാക്കന്മാർ ഞങ്ങളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങളെയും അവർ ക്രൂശിക്കാൻ പോവുകയാണ്. So they were absconding. അതുകൊണ്ട് അവർ ഒളിവിൽ കഴിയുകയാണ്. And the door was locked with a double lock. ഇരട്ട താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് താഴിട്ട് അത് പൂട്ടിയിരിക്കുകയാണ്. 60 levers. 60 ലിവർ. They were inside. അവരകത്ത് പൂട്ടി ഒളിച്ചിരിക്കുകയാണ്. As they were sitting there, അവർ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ആരും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിലായോ പത്രോസ്? ഈ സൗണ്ട് കേട്ട് ആരെങ്കിലും വന്ന് നമ്മളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും. ഒരൊറ്റ എണ്ണം പ്രാർത്ഥിക്കരുത്. പത്രോസ്, കേഫ. പ്രാർത്ഥിക്കണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. ഇവിടെ ഒച്ച വെച്ച് ആരും കൈയടിയുമ്പോൾ ഉണ്ടാക്കുക, ഹല്ലേലൂയ പറയരുത്. They were absconding. When the doors were locked, Jesus came in their midst. ആ കതകുകൾ താഴിട്ട് പൂട്ടിയിരുന്നപ്പോൾ യേശു അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. The resurrected Jesus today can come in any locked doors. ഉയർത്തെഴുന്നേറ്റ യേശുവിന് ഏത് താഴിട്ട് പൂട്ടിയ കതകുണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങുവാൻ കഴിയും. In your life, in any area, if any area is locked, your business is locked, your marriage is locked, your finances are locked, your joy is locked, any locked door is not a barrier for the resurrected King. He will come inside and set you free. He will declare, "Peace be upon you." നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാമ്പത്തികം പൂട്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതം ബന്ധിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഏത് മേഖലയാണെങ്കിലും താഴിട്ട് പൂട്ടിക്കിടക്കുന്നെങ്കിലും ഉയർത്തെഴുന്നേറ്റ യേശുവിന് അതിന്റെ മധ്യേ വെളിപ്പെടുവാൻ കഴിയും. അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. Many of you are sitting like this. Come here. നിങ്ങൾ പല ആളുകൾ ഇതുപോലെ ഇരിക്കുകയാണ്. Because of fear, ഭയം കൊണ്ട് you are inside the locked door. നിങ്ങൾ അടച്ചു പൂട്ടി താക്കോലിട്ടിരിക്കുകയാണ്. And you are looking through the keyhole. നിങ്ങൾ ആ താക്കോൽ ദ്വാരത്തിലൂടെ നോക്കുകയാണ്. The Romans are coming. അയ്യോ, റോമൻ പടയാളികൾ വരുന്നുണ്ടോ? Caiaphas is coming. അയ്യോ, കയ്യഫ വരുന്നു. High priest is coming. മഹാപുരോഹിതൻ വരുന്നു. Pharisees are coming. പരീശന്മാർ വരുന്നു. Jesus says, "Peace be upon you." യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. Do not be afraid. നിങ്ങൾ പേടിക്കേണ്ട. Hey Peter, didn't I tell you a little while and I will come back? പത്രോസേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞില്ലേ?
How many times did I tell you that in Jerusalem the Son of Man will be persecuted, they will kill him, but on the third day he will come back to life? പത്രോസേ, ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു, യെരൂശലേമിൽ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, എന്നാൽ മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. All the way from Capernaum to Jerusalem, all the way, Jesus told them, Peter, Andrews, Thomas, listen to me, I am going to die. കഫർനഹൂമിൽ നിന്ന് യെരൂശലേമിലുള്ള ആ വഴിയിലുടനീളം യേശു അവരോട് പറഞ്ഞു കൊടുക്കുന്നു, പത്രോസേ, യാക്കോബേ, തോമസേ, നിങ്ങൾ കേൾക്കൂ, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. Once Peter said, ഒരിക്കൽ പത്രോസ് പറഞ്ഞു, Lord and Master, it should not come to you, Umma. അത് നിനക്കൊരിക്കലും ഭവിക്കരുത്, ഉമ്മ. Jesus said, Satan, go away from me. യേശു പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ട് ദൂരെ പോ. You remember all these episodes? നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ രംഗങ്ങൾ ഓർമ്മയുണ്ടോ? Even if Jesus told them 100 times, they did not believe that. യേശു 100 തവണ അവരോട് പറഞ്ഞിട്ട് പോലും അവർ അത് വിശ്വസിച്ചില്ല, ഓർത്തില്ല. Why? എന്തുകൊണ്ട്? All of them were dreaming thrones. എല്ലാവരും സിംഹാസനങ്ങളൊക്കെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. They were sure the restorer of Israel has come and he will be reigning from a throne from David's city. അവർ ഇങ്ങനെയാണ് ചിന്തിച്ചത്, ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കുന്നവൻ വന്നിരിക്കുന്നു, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴാൻ പോവുകയാണ്. They were all dreaming. On the right hand side, I will be sitting on another throne. അവരിങ്ങനെ സ്വപ്നം കണ്ട് കഴിയുകയായിരുന്നു, ഇതാ വലതുഭാഗത്തുള്ള സിംഹാസനത്തിൽ ഞാനായിരിക്കും ഇരിക്കുക. And you are going to die. നീ മരിക്കാൻ പോകുന്നു. That is from Satan. അത് സാത്താൻ. That is devil's revelation. അത് സാത്താനുള്ള വെളിപ്പാടാണ്. Peter is saying, Thomas, let's pray for our leader. ഇവിടെ പത്രോസ് പറയും, തോമസ്, എല്ലാവരും നമുക്ക് നമ്മുടെ നേതാവിനോട് പ്രാർത്ഥിക്കാം. For the last few days he is talking only negative. ചില ദിവസങ്ങളായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗുരു പറയുന്നത്. He used to preach big things about the kingdom of God. ദൈവരാജ്യത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ ഇത്രയും നാൾ പ്രസംഗിച്ചു. Past 1 or 2 weeks he is speaking only negative things. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. They never understood it. അവർക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല. Because their mind and their heart and their souls are full of natural things of this world. കാരണം അവരുടെ മനസ്സും ആത്മാവും എല്ലാം ഈ ഭൂമിയിലെ കാര്യങ്ങൾ, സ്വാഭാവികമായ കാര്യങ്ങൾ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്നു. Today I am preaching a lot, screaming my throat. ഞാൻ എൻ്റെ ശബ്ദം ഉറക്കെ ഞാൻ നിങ്ങൾ പ്രസംഗിക്കുകയാണ്. But some of you don't understand anything what I say. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. You're thinking about June. നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ജൂൺ മാസം സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ചാണ്. My son, will he get A+ admission anywhere? എൻ്റെ മകന് A+ കിട്ടുമോ? അവന് എവിടെയായിരിക്കും അഡ്മിഷൻ കിട്ടുന്നത്? A little while again, a little while, what preaching? I want an admission for my son. അല്പം കഴിഞ്ഞിട്ട്, കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട്, ഇതെന്ത് പ്രസംഗമാണ്? എനിക്കിപ്പോ എൻ്റെ മോൻ അഡ്മിഷൻ വേണം. When you are loaded, when your mind is loaded with material things of this world, the heavenly revelation will not come into your heart. നിങ്ങളുടെ മനസ്സ് ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു മൂടിക്കിടക്കുകയാണെങ്കിൽ സ്വർഗീയ വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ, മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. Peter, how many times did I tell you that I'm going to die? പത്രോസേ, എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ്? I gave you every detail. ഞാൻ സകല വിവരങ്ങളും നിങ്ങൾക്ക് നൽകി കഴിഞ്ഞു. But you still did not believe that. എന്നാൽ ഇപ്പോഴും നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. Again, let's continue reading the same verse. അതേ വചനം തന്നെ നമുക്ക് തുടർന്ന് വായിക്കാം. On the evening of that first day of the week, when the disciples were together, the doors were locked for fear of the Jewish leaders. Jesus came and stood among them and said, Peace be on you. ആഴ്ചയുടെ 1-ാം ദിവസമായ അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ യഹൂദരെ പേടിച്ച് കതകടച്ച് അകത്ത് ഒരുമിച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. The same Jesus is standing here today. അതേ യേശു ഇന്നിവിടെ നിൽക്കുന്നുണ്ട്. He is coming into every closed rooms. അത് അവൻ പൂട്ടിയിട്ടിരിക്കുന്ന, താഴിട്ട് പൂട്ടിയിരിക്കുന്ന ഓരോ മുറികളിലേക്കും യേശു വരികയാണ്. Jesus now need not have a ding dong.
യേശുവിന് ഇപ്പോൾ ഡിങ് ഡോങ് അടിക്കേണ്ട ആവശ്യമില്ല. He can come anywhere. അവന് എവിടെ വേണമെങ്കിലും സന്നിഹിതനാകാം. Because he is the risen Lord. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. He can go through any thick rock wall. ഏത് കനമുള്ള പാറയുടെ മതിലിൽ കൂടിയും അവന് കയറുവാൻ കഴിയും. He can come into any depths. ഏത് കടഭാരം ഏത് ആഴത്തിലേക്കും അവൻ ഇറങ്ങാൻ കഴിയും. He can come into any dungeon. ഏത് കുണ്ടറയിലേക്കും യേശുവിന് ഇറങ്ങാൻ കഴിയും. Say hallelujah. Hallelujah. Are you locked inside any thick walls today? ഏതെങ്കിലും കനമുള്ള മതിലിനകത്ത് നിങ്ങൾ പൂട്ടപ്പെട്ടിരിക്കുന്നോ? I tell you a message. ഞാൻ നിങ്ങളോട് സന്ദേശം പറയട്ടെ. The resurrected Jesus is coming inside. ഉയർത്തെഴുന്നേറ്റ യേശു അതിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. He is coming into any dark chamber. ഏത് ഇരുട്ട് നിറഞ്ഞ അറകളിലേക്കും യേശു ഇറങ്ങി വരികയാണ്. And he is declaring peace upon you. അവൻ നിങ്ങളുടെ മേൽ ഒരു സമാധാനം And he is പ്രഖ്യാപിക്കുകയാണ്. taking you out. അവൻ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. Say hallelujah. ഹല്ലേലൂയ. So Jesus said you will go through some tough situations in your life. യേശു പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില ദുർഘട സമയങ്ങളിലൂടെ കടന്നു പോകും. Thursday, വ്യാഴാഴ്ച, Friday, വെള്ളിയാഴ്ച, Saturday. ശനിയാഴ്ച. What is a Thursday? എന്താണ് വ്യാഴാഴ്ച? Maundy Thursday. പെസഹ വ്യാഴം എന്ന് പറയുന്നു. What are the signs of this Thursday? Sometimes you will go through this situation. നിങ്ങളും ഈ അവസ്ഥകളിലൂടെ കടന്നു പോകാം. എന്താണ് ഈ വ്യാഴാഴ്ചയുടെ പ്രത്യേകതകൾ? Jesus and his disciples went through this situation. യേശുവും തന്റെ ശിഷ്യന്മാരും ഈ അവസ്ഥകളിലൂടെ കടന്നുപോയി. Let's watch on the screen what is a Thursday. നമുക്ക് ഈ സ്ക്രീനിലേക്ക് നോക്കാം. എന്തായിരുന്നു ആ വ്യാഴാഴ്ച? What is the sign of a Thursday? എന്താണ് ആ വ്യാഴാഴ്ചയുടെ ചില ലക്ഷണങ്ങൾ? On a Thursday you will cry. വ്യാഴാഴ്ച നിങ്ങൾ വിലപിക്കും. It is a day of stressfulness. അത് പിരിമുറുക്കങ്ങളുടെ ദിവസമാണ്. Pressure. സമ്മർദ്ദങ്ങൾ. Agony. മരണയാതന. You remember that is the day of Gethsemane. അത് ഗെത്സമനയുടെ ദിവസമാണ്. Anxiety. ചിന്താകുലങ്ങൾ. Worry. ഭാരങ്ങൾ. Affliction. യാതനകൾ. Loneliness. ഏകാന്തത. Great temptations. വലിയ പ്രലോഭനങ്ങൾ. Deception. വഞ്ചന. Betrayal. ഒറ്റിക്കൊടുക്കപ്പെടൽ. Denial. തിരസ്കരണം. Desertion. നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു. Unanswered prayers. പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥ. Father, if possible, take this cup away from me. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. The father said, no. പിതാവ് പറഞ്ഞു, നോ, ഇല്ല. Sometimes your prayers may go unanswered. ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകാം. There is a Thursday season in your life. അത് നിങ്ങളുടെ ജീവിതത്തിലെ വ്യാഴാഴ്ച ദിവസമാണ്. Show me that again. വീണ്ടും കാണിക്കാമോ? Hallelujah. ഹല്ലേലൂയ. Now, arrest. ഇതാ ബന്ധനസ്ഥനാക്കുകയാണ്. Bondage. ഇതാ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. Imprisonment. ജയിൽ ശിക്ഷ. Darkness. അന്ധകാരം. Sleeplessness. നിദ്രയില്ലായ്മ. Have you gone through such situations in your life? നിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? Anxiety, worry, ചിന്താകുലങ്ങൾ, ഭാരങ്ങൾ, stress, സമ്മർദ്ദങ്ങൾ, fear. ഭയം. Enemies are coming. ശത്രുക്കൾ വരുന്നു. You remember the previous Sunday, everything was okay. കഴിഞ്ഞ ഞായറാഴ്ച, അതിനു മുമ്പുള്ള ഞായറാഴ്ച എല്ലാം നന്നായി പോവുകയാണ്. He had the best royal welcome into the city of David. ഇതാ ദാവീദിന്റെ നഗരത്തിലേക്ക് ഒരു രാജകീയ പ്രവേശനം കർത്താവിന് ലഭിച്ചു. But on Thursday, everything is upset. ഇതാ എന്നാൽ ഈ വ്യാഴാഴ്ച സകലവും തകിടം മറിഞ്ഞിരിക്കുകയാണ്. It seems God is on leave today. അയ്യോ, ഇന്ന് കർത്താവ് അവധിയാണെന്ന് തോന്നുന്നു. Thursdays can come into your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യാഴാഴ്ചകൾ സംഭവിക്കാം. It came not only into the life of Jesus, it came into the life of the disciples. ഇത് യേശുവിന്റെ ജീവിതത്തിൽ മാത്രമല്ല, ശിഷ്യന്മാരുടെ ജീവിതത്തിലും സംഭവിച്ചു. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മോൾക്ക് വേണ്ടി പൈസ ശേഖരിച്ചു വെക്കുകയല്ല ചെയ്തത്. കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി അതെടുത്തു വെച്ചപ്പോൾ ദൈവം ആവശ്യങ്ങളെ നിറവേറ്റി കൊടുത്തു. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. തൻ്റെ മകൾ സരിതയുടെ ജീവിതത്തിൽ യേശു കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യം പറയാനാണ് താൻ ഇവിടെ നിൽക്കുന്നത്. താൻ 26 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഒരു വിധവയാണ്. തൻ്റെ മകൾക്ക് 31 വയസ്സുണ്ട്. ഒത്തിരി വിവാഹാലോചനകൾ വന്നു. അതെല്ലാം പല കാരണങ്ങളാൽ മാറിപ്പോയി. പക്ഷെ അവസാനം ഒരു വിവാഹാലോചന ഉറപ്പിച്ചതാണ്, അതും മാറിപ്പോയി.
അത് വല്ലാതെ മാനസിക പ്രയാസത്തിലിരിക്കുന്ന ഒരു ആൻറ്റിയായിരുന്നു ആ സമയത്ത്. പക്ഷേ 2012 മുതൽ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രാർത്ഥന പ്രോഗ്രാം കാണുന്ന ഒരു ആൻറ്റിയാണ്. ഈ ആൻറ്റി അതിലൂടെ നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡിനെ കുറിച്ച് കേട്ടു, അവിടെ വരുവാൻ തീരുമാനമെടുത്തു. അതിന് ആൻറ്റി ചെയ്തത് നേരത്തെ തന്നെ ഒരു കുടുക്ക വാങ്ങിയിട്ട് തന്നാൽ കഴിയുന്ന പണം അതിലേക്ക് താൻ സ്വരുക്കൂട്ടിക്കൊണ്ടിരുന്നു. ശരിയാണോ അമ്മ? ഹോളി സ്പിരിറ്റ് സിനഡിൽ വരാൻ വേണ്ടിയിട്ട് ഈ മണി ബോക്സ് വാങ്ങി അതിൽ പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. വരാനുള്ള ചെലവും നമുക്ക് തരാൻ വേണ്ടി, ദൈവവേലയെ സഹായിക്കാൻ വേണ്ടി, ഹോളി സ്പിരിറ്റ് സിനഡിന് വേണ്ടി പണം ഒത്തിരി ആവശ്യമുണ്ട്. അതിനെ സഹായിക്കാൻ വേണ്ടി ആൻറ്റി അത് ചെയ്തതാണ്. ആൻറ്റി തന്നാൽ കഴിയുന്നതല്ല. പക്ഷെ ഇതിനിടയിൽ നമ്മളൊരു സുവിശേഷത്തിൽ ഒരു വചനഭാഗമുണ്ട്, യേശു കർത്താവ് വിധവ 2 ചില്ലിക്കാശിട്ടപ്പോൾ സ്വർഗം കുലുങ്ങി എന്ന് പറയുന്നു. നീണ്ട 26 വർഷം കുടുംബനാഥനില്ലാതെ തൻ്റെ മകളെ വളർത്തി ഇത്രയാക്കിയ ആൻറ്റിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കണ്ടു. ദൈവവേലയിൽ താൻ പങ്കാളിയാകാൻ തീരുമാനിച്ചു. തൻ്റെ കയ്യിലുള്ളത് തന്നെ കുടുക്കയിൽ ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ആൻറ്റി ഒക്ടോബർ മാസത്തിൽ ഹോളി സ്പിരിറ്റ് സിനഡിന് വന്നു. അതെ, ആ പണം അന്ന് അവിടെ കൈമാറ കുടുക്ക കൊണ്ടുപോയി അവിടെ കൊണ്ട് കൊടുത്തു. സംഭവിച്ച കാര്യം, ഒക്ടോബറിലാണ് താൻ ദൈവവേലയെ സഹായിക്കുവാനായി തന്നാൽ കഴിയുന്ന ഒരു തുക കൊണ്ടുപോയി കൊടുത്തത്. പക്ഷെ ചെറുതായാലും വലുതായാലും അത് കാണുന്ന സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്. അവൻ തന്റെ ഹൃദയത്തെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കാശ് സ്വർഗത്തിലെ ദൈവം കണ്ടതുകൊണ്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരിയിൽ ഒരു വിവാഹാലോചന വന്നു. പണമോ സ്വർണമോ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം തന്നെ അത് കൊടുത്ത് ഈ വിധവയായ ആൻറ്റിയെ സഹായിച്ചു. തൻ്റെ മകൾ സരിത, 31 വയസ്സുള്ള തൻ്റെ മകൾ സരിതയുടെ വിവാഹം സ്വർഗത്തിലെ ദൈവം തന്നെ നടത്തിക്കൊടുത്തു എന്ന് പറയാം. കാരണം ആവശ്യമുള്ള പണം, ആവശ്യമുള്ള ഉദ്ദേശങ്ങൾ അധികം സ്വർണം കൊടുത്തുകൊണ്ടാണ് ആ വിവാഹം നടത്തിയത്. ബ്രദറെ, എത്ര പേർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ബഹുമാനിക്കും? 68-ാം സംഗീതത്തിന് 5-ാമത്തെ വചനം, ദൈവം വിധവമാർക്ക് ന്യായപാലകനാണ്. ഇത്രയും വർഷങ്ങൾ ഭർത്താവില്ലാതെ ജീവിച്ചു. മകളുടെ വിവാഹപ്രായം കഴിഞ്ഞു. പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മോൾക്ക് വേണ്ടി പൈസ ശേഖരിച്ചു വെക്കുകയല്ല ചെയ്തത്, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി. ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതെടുത്തു വെച്ചപ്പോൾ ദൈവം ആവശ്യങ്ങളെ നിറവേറ്റി കൊടുത്തു. What a wonderful, mighty testimony. Sharjah Blessing Festival, April 26, 2017, Wednesday. Time 7 p.m. to 10 p.m. Sharjah Worship Center, Al Yarmouk, Dubai. Phone 055 741 5618 050 9673 287. Dubai Blessing Festival, April 27, 2017, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant near ADCB Metro Station, Karama. Phone 055 741 5618. Al Nada Blessing Festival, April 28, 2017, Friday. Time 5 p.m. to 7 p.m. ABC Hall near Al Mulla Plaza. Hall number 7. Office entrance, Al Nada. Phone 055 741 5618. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഇന്നത്തെ സന്ദേശം, ഇന്ന് കേട്ട മിറക്കിൾസ് ടുഡേ അനുഭവ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലൊരു ഉത്തേജനമായി മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ കൂടെ വിശ്വസിക്കുന്ന ഇന്നത്തെ വചന ശുശ്രൂഷ കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് പുനരുത്ഥാനത്തിൻ്റെ ശക്തി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ശക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, കിടപ്പ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേൽക്കട്ടെ. ഏകദേശം 6 മാസത്തോളമായി കിടക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് എഴുന്നേൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ആ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്തൊരു വടിയൊക്കെ ചാരി വെച്ചിട്ടുണ്ട്. നീളമുള്ളൊരു വടിയൊക്കെ ചാരി വെച്ചിട്ടുണ്ട്, സഹായത്തോടെ നടക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ. പക്ഷേ കർത്താവ് ഇന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. ഒന്നിൻ്റെയും സഹായമില്ലാതെ, പരസഹായമില്ലാതെ ജീവിക്കാൻ
യേശു കർത്താവിൻ്റെ സൗഖ്യം ആ വ്യക്തിയിലേക്ക് ഇപ്പോൾ വരുന്നു. 38 വർഷം രോഗിയായിരുന്ന ഒരു വ്യക്തി ബെഥസ്ത കുളക്കരയിൽ കിടക്കുമ്പോൾ കർത്താവ് എഴുന്നേൽപ്പിച്ചു വിട്ടു. അതുപോലെ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിച്ചു വിടുകയാണ്. മീന എന്ന പേരുള്ളൊരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കും. പ്രത്യേകിച്ച് മാറിലുള്ളൊരു മുഴ കർത്താവ് എടുത്തു മാറ്റും. വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. ഇത് ക്യാൻസറസ് ആണോ മലീഗ്നൻ്റ് ആണോ എന്നൊക്കെ വിചാരിച്ച്. എന്നാൽ കർത്താവ് സൗഖ്യമാക്കി എടുത്ത് മാറ്റുന്നു. നമ്മൾ സാധാരണ നാട്ടിൽ പറയാറുണ്ട്, മല പോലെ വന്നൊരു പ്രശ്നം മഞ്ഞ് പോലെ ഉരുകിപ്പോയി എന്നതുപോലെ പലരും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരുടെയും മുമ്പിൽ ഇപ്പോൾ ഒരു വലിയൊരു മൗണ്ടൻ പോലെ നിൽക്കുന്ന കാര്യങ്ങൾ ഇന്ന് കർത്താവ് മഞ്ഞ് പോലെ ഉരുക്കി മാറ്റുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ ആർത്രൈറ്റിസ് ബാധിച്ച പലരെയും കർത്താവ് സൗഖ്യമാക്കുന്നു. കൂടാതെ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് പെയിനുള്ള ഭയങ്കരമായ പെയിനുള്ളൊരു വ്യക്തി, അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ സ്കാൻ ചെയ്തു, പലതും ചെയ്തു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ യേശു ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ തലയുടെ അകത്ത് എന്തോ ഓടി നടക്കുന്നത് പോലെ, എന്തോ നുരച്ച് ഓടി നടക്കുന്ന പോലെയൊക്കെ തോന്നുന്ന ചില വ്യക്തികൾ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ഈ സമയത്ത് നിങ്ങളുടെ 2 കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. ഇനി നിങ്ങളുടെ ആ പ്രയാസം എന്താണ് അത് യേശുവിനോട് പറയുക, പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ കൂടെ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെടുമ്പോൾ അങ്ങ് അത്ഭുതം ചെയ്യും. അങ്ങ് അത്ഭുതം ചെയ്യണമേ. സന്ധിവേദനകൾ മാറട്ടെ, ക്യാൻസർ രോഗം മാറട്ടെ. കൂടാതെ മക്കളില്ലാത്തവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. ജോലിയില്ലാത്തവർക്ക് കൊടുക്കണമേ. പൈശാചിക ശക്തികളാൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ. മദ്യപാനം, പുകവലി തുടങ്ങിയ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ദുസ്വഭാവങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു ഇൻ ജീസസ് നെയിം. കടബാധ്യതയിൽ നിന്നും പലരെയും കർത്താവ് പുറത്തെടുക്കുന്നു. കർത്താവ് ഓരോരുത്തരെയും അങ്ങനെ വിടുവിക്കുന്നതിനാൽ നന്ദി പറയുന്നു. അനുഗ്രഹിച്ചതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ മുതൽ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ദുബൈയിലും ഷാർജയിലും ഒക്കെ ആയിട്ട് നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ്. തീർച്ചയായിട്ടും വരണം. അപ്പോൾ തന്നെ ഈ വീക്കെൻഡിൽ നാട്ടിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന 2 ടീമുകളായി ശുശ്രൂഷിക്കുകയാണ്. എവിടെയാണോ സൗകര്യം അവിടെ വന്നു ചേരുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തെ വിപ്ലവകരമായി മാറ്റിമറിക്കുന്ന പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ആശിഷമാരെ, വിന്നേഴ്സ് ഫാക്ടറി, ദൈവപ്രസാദം, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം.